from Tiju's Academy, and in this session we will be discussing some of the complex sentence that you can use in your IELTS writing task 1. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടാസ്ക് 1ഉം ടാസ്ക് 2ഉം റൈറ്റിങ്ങിനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ടാസ്ക് 1ൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് വേർഡ് കൗണ്ട് എന്ത് ചെയ്യുന്നത്, ബോത്ത് ടാസ്കിന് ടാസ്ക് 1 ആസ് വെൽ ആസ് ടാസ്ക് 2ൻ്റെ കേസിലാണെങ്കിൽ വേർഡ് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ടാസ്ക് 1 ഒരു 150 to 175 വേർഡ്സിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് എന്താ കോംപ്ലക്സ് സെൻറ്റൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ടാസ്ക് 2ൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഡിഫറെൻറ്റ് ടൈപ്പ് ബോഡി പാരഗ്രാഫ്സ് ഉണ്ട്. 250 to 275 വേർഡ് ലിമിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് കോംപ്ലക്സ് സെൻറ്റൻസ് നിങ്ങൾക്ക് അറിയാം, അതെല്ലാം യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ആണെങ്കിൽ കൂടുതൽ വേർഡ് കൗണ്ട്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടാസ്ക് 2ൻ്റെ കൂട്ട് മാക്സിമം കൊടുക്കാനായിട്ട് പറ്റില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ എഴുതുന്ന ടൈമിൽ ഒരു 4 ബോഡി പാരഗ്രാഫ്സ് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോംപ്ലക്സ് സെൻറ്റൻസ് പറ്റുന്ന രീതിയിൽ കൊടുത്ത് നിങ്ങളുടെ ബാൻഡ് സ്കോർ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു 6 ബാൻഡ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ നിന്നൊരു 9 ബാൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ത് ചെയ്യണം, ഇൻവോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ റൈറ്റിംഗ് ടാസ്ക് 1ൻ്റെ 4 ക്രൈറ്റീരിയാസിൽ നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ബാൻഡ് 9 സ്കോർ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യണം, നിങ്ങളതിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എല്ലാ സെൻറ്റൻസുകളും സെയിം ടൈപ്പ് ഓഫ് ആകാതെ എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബാൻഡ് സ്കോർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ നൗ ലെറ്റ്സ് ലുക്ക് ഓൺ ടു ദാറ്റ് വൺ ബൈ വൺ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്, ഒരു ബാർ ചാർട്ടാണ്. ഒരു ബാർ ചാർട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സോ ഈ ബാർ ചാർട്ടിൻ്റെ കേസിൽ അതിൻ്റെ ഓരോ പാരഗ്രാഫ്സിലും നമുക്ക് എങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ദെൻ യു വിൽ ബി ഹാവിങ് 2 ബോഡി പാരഗ്രാഫ്സ് ആൻഡ് ഫൈനലി എന്താണ്, ഒരു ഓവറോൾ പാരഗ്രാഫ് ഉണ്ട്. അതുകൊണ്ട് ഈ 4 പാരഗ്രാഫ്സിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോംപ്ലക്സ് സെൻറ്റൻസ് നിങ്ങൾക്ക് എങ്ങനെ ഫോം ചെയ്യാം. ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ എന്തൊക്കെ കറക്ഷൻസ് വരുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ഓക്കെ, ഇതൊരു പൈ ചാർട്ടാണെന്നറിയാം. ഓക്കെ, അതിനകത്ത് ഡിഫറെൻറ്റ് ഡെയിലി കൺസംഷൻ ഓഫ് സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ആഡഡ് ഷുഗർ ബൈ അഡൾട്ട്സ് ഇൻ ദ UK. ഓക്കെ, UK ഒരു കൺസംഷൻ, അതായത് 3 ടൈപ്സ് ഓഫ് ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, 3 കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു പൈ ചാർട്ടാണെന്ന് പറയും. സോ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈ ഒരു പൈ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലിയർലി നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫാണെന്ന് കൊടുക്കണം. ഇപ്പോൾ യൂണിറ്റ് ഉണ്ടെങ്കിൽ യൂണിറ്റ് മെൻഷൻ ചെയ്യാം. പക്ഷേ ഇൻ ദ കേസ് ഇവിടെ ഇയേഴ്സും യൂണിറ്റ്സും ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. സോ അതൊന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമല്ല. ജസ്റ്റ് ഒരു ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഒരു പൈ ചാർട്ടാണ്, ഇതിൻ്റെ ഇൻഫോർമേഷൻ ഇത്രയൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യണം, നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ ഇതിൻ്റെ എഴുതണം. ഓക്കെ, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫാണ് നിങ്ങളുടെ അനലൈസ് ചെയ്യണം. സോ ക്ലിയർലി നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും ഇതെന്താണ്, ഒരു പൈ ചാർട്ടാണെന്ന്. സോ ദ നെക്സ്റ്റ് തിങ് ഈസ്, നെക്സ്റ്റ് ബോഡി പാരഗ്രാഫ് വരുന്ന ടൈമിൽ ഈ തന്നിരിക്കുന്ന കോണ്ടന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്ത് എഴുതണം. ഓവറോൾ പാരഗ്രാഫിൽ വരുന്ന ടൈമിൽ ഇതിൽ എന്തൊരു നിങ്ങൾക്കൊരു സഡനായിട്ട് നോക്കിയൊരു ചേഞ്ച് എന്താണ്, അതൊരു ഹൈലൈറ്റിംഗ് ആയിട്ട് എന്തൊരു ഫീച്ചറാണ് ഇതെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്, അതിനായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓവറോൾ പാരഗ്രാഫിൽ കൊടുക്കണം. സോ ഫസ്റ്റ് തിങ് എന്താണ്, ഒരു ഇൻട്രൊഡക്ഷനാണ്. സോ ലെറ്റ്സ് ലുക്ക് ഓൺ ദാറ്റ്. ഓക്കെ, ഇത് നമ്മൾ ക്ലിയർലി എന്താണ്, നമ്മളുടെ ഫിഗറിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ബിഫോർ മൂവിങ് ഇൻ ടു ദ ഇൻട്രൊഡക്ഷൻ, ഇതാണ് നമ്മളുടെ ടാസ്ക് 1ൻ്റെ ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്നത്, ബാൻഡ് ഡിസ്ക്രിപ്റ്ററാണ്. അതായത് ഒരു 6, 7, 8, 9 ബാൻഡ് സ്കോർസിൻ്റെ കാര്യമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ടൈപ്പ് ബാൻഡ് സ്കോർസ് കിട്ടുന്ന ഒരാളും ഇതേപോലുള്ള കാര്യങ്ങളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവിടെ ഫോളോ ചെയ്യേണ്ടത്. എന്ത് കേസ് നോക്കി, നിങ്ങളൊരു 6 ബാൻഡിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു, യൂസസ് എ മിക്സ് ഓഫ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് ഫോംസ്. അതായത് നമുക്ക് എന്ത് ചെയ്യണം, ഈ 4 ക്രൈറ്റീരിയാസ് നമ്മൾ മെൻഷൻ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഇസ് ടാസ്ക് അച്ചീവ്മെൻറ്റ്, കൊഹഷൻ ആൻഡ് കൊഹറൻസ്, ലെക്സിക്കൽ റിസോഴ്സ് ആൻഡ് ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി. സോ ഇത്രയും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ബാൻഡ് 6 മേടിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ബാൻഡ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതേ ടൈപ്പിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഷുവർലി നിങ്ങൾക്ക് ഒരു ബാൻഡ് 6 സ്കോർ നേടാൻ പറ്റും. അതായത് നമ്മൾ എന്ത് ചെയ്യണം, സിമ്പിൾ സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ മിനിമൽ ആയിരിക്കണം. ഓക്കെ, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത് മിനിമൽ ആയിരിക്കണം. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പഞ്ച്വേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിൽ പ്രോപ്പറായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അതിനെല്ലാം എന്ത് ചെയ്യണം, ഓരോ ഫോർമാറ്റാണ്. സോ ആ കേസിൽ എന്താണ്, നിങ്ങൾക്ക് തോന്നുന്ന ഇടത്തല്ല പഞ്ച്വേഷൻസ് കൊടുക്കേണ്ട, അതിൻ്റേതായ റൂൾസ് ഫോളോ ചെയ്ത് അതെല്ലാം ഗ്രാമേഴ്സ് എല്ലാം മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ
ആ ഒരു ബാൻഡ് നിങ്ങൾക്ക് ഇടാൻ പറ്റും. ദെൻ ഒരു ബാൻഡ് 6 സ്കോറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബാൻഡ് 7 സ്കോറിലേക്ക് നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിനെ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്കൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ് നിങ്ങൾ ബാൻഡ് 6ൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ബാൻഡ് 7 സ്കോറിലേക്ക് വരുന്ന ടൈമിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബാൻഡ് സ്കോർ കൂട്ടാനായിട്ട് കോംപ്ലക്സ് സെൻറ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. ദെൻ ഒരു ബാൻഡ് 9ലേക്ക് വരുന്ന ടൈമിലാണ് എങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സാണ് നിങ്ങൾ ഫോളോ ചെയ്യണം. കാരണം നമ്മൾ ഈ ഒരു സെഷനിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. ഒരു സിമ്പിൾ സെൻറ്റൻസിൽ നിന്ന് എങ്ങനെ നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് കോംപ്ലക്സ് സെൻറ്റൻസ് ഉപയോഗിച്ച് ബൂസ്റ്റപ്പ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. സോ ഒരു ബാൻഡ് 8 സ്കോറിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സിമ്പിൾ സെൻറ്റൻസ് തന്നെ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യാതെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്, കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യണം. അതേപോലെ അവിടെ ഗ്രാമർ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കത്തില്ല, നല്ലതായിട്ട് ഒരു മിനിമൽ ആയിരിക്കണം. ഗ്രാമർ മിസ്റ്റേക്സ് കൂടുതൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാൻഡ് സ്കോറിനെ അത് അഫക്റ്റ് ചെയ്യും. കാരണം ഈ 4 ക്രൈറ്റീരിയാസിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ മാർക്സ് എക്സാമിനർ അലോട്ട് ചെയ്യുന്നത്. സോ ഇതിൽ ഏതെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ഒരു മിസ്റ്റേക്കാണ് നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബാൻഡ് സ്കോറിനെ അത് അഫക്റ്റ് ചെയ്യും. സോ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് ബാൻഡ് 9 സ്കോറിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു ലെക്സിക്കൽ റിസോഴ്സ് ഒക്കെ നിങ്ങൾ അഡീഷണലി നല്ല വൊക്കാബ്സ്, ഹൈ ലെവൽ വൊക്കാബ്സ് ഒക്കെ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ സെൻറ്റൻസിൻ്റെ കേസിലാണെങ്കിൽ കംപ്ലീറ്റ്ലി എന്തായിരിക്കണം? ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് നമ്മൾ യൂസ് ചെയ്യണം. സിമ്പിൾ സെൻറ്റൻസ് യൂസ് ചെയ്യാം. പക്ഷേ നല്ല രീതിയിൽ ഒരു ബാൻഡ് സ്കോർ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് വേണം അവിടെ യൂസ് ചെയ്യാൻ. പിന്നെ എന്തെങ്കിലും മൈനറായിട്ടുള്ള ഒരു ഗ്രാമർ മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ലൈറ്റ് മിസ്റ്റേക്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഗ്രാമർ എല്ലാം കറക്റ്റാണ്, നിങ്ങളുടെ സെൻറ്റൻസ് യൂസേജ് കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് നിങ്ങൾ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ബാൻഡ് 9 സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് വരും. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. റൈറ്റിങ്ങിൻ്റെ കേസിൽ ഈ 4 കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുകയാണ് നിങ്ങളുടെ ബാൻഡ് സ്കോർ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോരോ യൂസേജ് നിങ്ങളുടെ മാറ്റണം. ഓക്കെ, നിങ്ങളുടെ റിക്വയർഡ് ബാൻഡ് സ്കോർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ അതിനെ ബേസ് ചെയ്ത് വേണം നിങ്ങളുടെ റൈറ്റിംഗ് എന്ന് പറയാൻ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ബാൻഡ് ഡിസ്ക്രിപ്റ്റേഴ്സ്. ഇതാണ് നമ്മുടെ ടാസ്ക് 1ൻ്റെ കേസിലാണെങ്കിലും 2ൻ്റെ കേസിലാണെങ്കിലും 2 ടൈപ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. സോ ടാസ്ക് 1ൻ്റെ കേസിൽ ഈ ഒരു മെത്തേഡ് ആയിരിക്കണം നിങ്ങൾ ഒരു ഹയർ ബാൻഡ് സ്കോർ മേടിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. ഓക്കെ, then Benjamin, good afternoon. Joshanna, Akilan, good afternoon to all those who have joined in this session. And so next, moving on to this introduction. First I think എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടാസ്ക് 1ൻ്റെ കേസിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്താണോ? ആദ്യം നമ്മൾ എന്താണ്? ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുക്കേണ്ടത്. സോ ഇൻ ദാറ്റ് കേസ് ഇവിടെ ഇറ്റ് ഈസ് ക്ലിയർലി സെറ്റ് ദാറ്റ് ഒരു സിമ്പിൾ സെൻറ്റൻസ് സ്ട്രക്ചറാണ്. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു സിമ്പിൾ സ്ട്രക്ചറാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും സിമ്പിൾ സ്ട്രക്ചർ? ദ പൈ ചാർട്ട്സ് കമ്പയർ ദ ആവറേജ് എമൗണ്ട്സ് ഓഫ് 3 ന്യൂട്രിയൻസ് ഇൻ ദ ഡയറ്റ്സ് ഓഫ് ദി UK അഡൽട്ട്സ്. UK അഡൽട്ട്സിൻ്റെ കേസിൽ അവരുടെ ഫുഡ് റൂട്ടീനിൽ ഇൻവോൾവ് ആയിട്ടുള്ള 3 ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസിൻ്റെ കാര്യമാണ് പൈ ചാർട്ടിൽ എന്ത് ചെയ്യുന്നത്? മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ എന്താണ്? ഒരു സിമ്പിൾ സ്ട്രക്ചർ. ഒരു 6 ബാൻഡ് അല്ലെങ്കിൽ 6.5 ബാൻഡ് സ്കോർ ആണെങ്കിൽ ഈ ഒരു സിമ്പിൾ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും ആൾ ഫോളോ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇൻ ദാറ്റ് കേസ് ആ ഒരു സിമ്പിൾ സ്ട്രക്ചറിൽ നിന്നും നിങ്ങളുടെ ബാൻഡ് സ്കോർ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാക്കി അതിനെ മാറ്റണമെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യണം? അതിനെ എഴുതാണ്ടേ. സോ ലെറ്റ്സ് ലുക്ക് ഓൺ ടു ദാറ്റ്. ദ 3 പൈ ചാർട്ട്സ് കമ്പയർ ദ ആവറേജ് എമൗണ്ട്സ് ഓഫ് 3 പൊട്ടൻഷ്യലി അൺഹെൽത്തി ഇൻഗ്രീഡിയൻസ്, നെയിംലി സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ആഡഡ് ഷുഗർ. ഓക്കെ, നമ്മളുടെ ഫിഗറിൽ ക്ലിയർലി എന്താണത് മെൻഷൻ ചെയ്തിട്ടുണ്ട്? സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ആഡഡ് ഷുഗറിൻ്റെ കാര്യമാണ് പറയുന്നത് ഈ പൈ ചാർട്ടിൻ്റെ കേസിൽ. സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതുന്ന ടൈമിൽ ആ സിമ്പിൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചേഴ്സിൻ്റെ കേസ് നോക്കിയേ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നത്? സിമ്പിളാക്കി അങ്ങ് എഴുതിയേക്കുക. അതായത് ചാർട്ട് എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ എന്ത് കൊടുത്തു? ദ പൈ ചാർട്ട്സ് ടൈപ്പ് ഓഫ് ചാർട്ട് എന്താണ് നമ്മൾ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, അതായത് 3 ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി കൊടുത്തു. പക്ഷേ കോംപ്ലക്സ് ആക്കിയിരുന്ന ടൈമിൽ ആ ഒരു സെൻറ്റൻസിനെ എന്ത് ചെയ്തു? എൻറ്റയർലി ചേഞ്ച് ചെയ്തു. ഏതൊക്കെയായിരുന്നു 3 ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് എന്നുള്ളത് ക്ലിയർലി എന്ത് ചെയ്തു? മെൻഷൻ ചെയ്തു. സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ഷുഗർ. 3 ന്യൂട്രിയൻസ് ഉണ്ടായിരുന്നു. അതെന്ത് ക്ലിയർലി നമ്മൾ മെൻഷൻ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചറായിട്ട് മാറി. ഓക്കെ, അതാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സിമ്പിളായിട്ടൊരു സെൻറ്റൻസ് നമ്മൾ ഡയറക്റ്റ്ലി എഴുതും. സോ അതിനകത്ത് കുറച്ച് അഡീഷണലി വെക്കാബ്സ് ഒക്കെ യൂസ് ചെയ്തു. ഫിഗറിനകത്ത് എന്തായിരുന്നു മെൻഷൻ ചെയ്തേക്കുന്നത് അത് വേറെ രീതിയിൽ നമ്മളാക്കി അതിനെ എന്ത് ചെയ്തു? കോംപ്ലക്സ് സ്ട്രക്ചർ ആക്കി. സോ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് ആയിട്ട് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, then next moving on to the next one, that is overview.
ഓക്കെ, നമ്മുടെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻട്രൊഡക്ഷൻ ആണ്. ഓവർവ്യൂ പാരഗ്രാഫാണ് നെക്സ്റ്റ്. സോ യു ക്യാൻ മെൻഷൻ ഓർ യു ക്യാൻ റൈറ്റ് ദ ഓവർവ്യൂ ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് ഓർ ഇൻ ദ ലാസ്റ്റ് പാരഗ്രാഫ്. നിങ്ങൾക്ക് ഓവർവ്യൂ എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡിലോ ലാസ്റ്റിലോ എഴുതിയാൽ മതി. സോ നെക്സ്റ്റ് ഓവർവ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓവർവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മളുടെ ഗ്രാഫിൻ്റെ കേസിലാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ. അതെന്തായാലും നിങ്ങൾ നോക്കുന്ന ടൈമിൽ പെട്ടെന്നുണ്ടായ ഒരു മാർക്കബിളായിട്ടുള്ളൊരു ചേഞ്ച് എന്താണ്? ഓക്കെ, അതായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഓവറോൾ പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യുന്നത്. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് സിമ്പിളായിട്ടൊരു സ്ട്രക്ചർ എഴുതുന്ന ടൈമിൽ ഒരാൾ എഴുതുകയാണ് എങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഈ ഒരു രീതിയിലായിരിക്കും. ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് കൺസംഷൻ റേറ്റ്സ് ആർ അറ്റ് ഡിന്നർ, സ്റ്റാക്ക് ടൈം ആൻഡ് lunch come next, while breakfast is where the lowest percentage are found. ഓക്കെ, ഒരു സിമ്പിൾ സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഒരാൾ ഫോളോ ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും അയാളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ബാൻഡ് സ്കോർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു 6 അല്ലെങ്കിൽ ഒരു 6.5. ഓക്കെ, നിങ്ങൾ ആ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതുന്ന ടൈമിൽ അതെന്താ ചെയ്യണം? ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് മിനിമലായിരിക്കണം. ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സും നമ്മുടെ വൊക്കാബ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഇല്ലാതെ ഒരു നല്ല രീതിയിൽ വൊക്കാബ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് വേണ്ടത്. സോ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ എന്ത് ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, ഹയസ്റ്റ് കൺസംഷൻ റേറ്റ് എന്ന് പറയുന്ന ആ 3 പൈ ചാർട്ടിൻ്റെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 3 ഫിഗറിൻ്റെ കേസിലാണ് എങ്കിൽ എന്താണ്? ഡിന്നർ, സ്റ്റാക്ക് ടൈം ആൻഡ് ലഞ്ചിലായിരുന്നു ഹയസ്റ്റ് കൺസംഷൻ. പക്ഷേ ഏറ്റവും കുറവെന്ന് പറയുന്നത് ന്യൂട്രിയൻസിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാണ്. സോ ആ ഒരു ഫീച്ചർ കറക്റ്റാണ്, പക്ഷേ എന്നാൽ സ്ട്രക്ചർ ഒരു സിമ്പിൾ സ്ട്രക്ചർ ആയിപ്പോയി. സോ ഈ ഒരു സെൻറ്റൻസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസിനെ ആക്കി മാറ്റാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ ഓവറോൾ പാരഗ്രാഫിൽ എന്ത് ചെയ്യുന്നു? ഒരു സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ് ആദ്യം കാണിച്ചത്. ആ സെയിം കോണ്ടെക്സ്റ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചറായിട്ട് മാറ്റാൻ പറ്റും. സോ യു ക്യാൻ ലുക്ക് ദാറ്റ്. സോ അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ക്ലിയർ ദാറ്റ്, ഇറ്റ്സ് എവിഡൻറ്റ് ദാറ്റ്, ഇറ്റ് ഈസ് സ്ട്രൈക്കിംഗ് ദാറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സെൻറ്റൻസിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ദ ഹയസ്റ്റ് കൺസംഷൻ റേറ്റ്സ് ഓഫ് ഡിന്നർ ആൻഡ് സ്റ്റാക്ക് ടൈം followed closely by lunch, while breakfast is the food in which the average rates are റിവീൽഡ്. ഓക്കെ, സെയിം കോണ്ടെക്സ്റ്റ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻറ്റയർലി നമ്മുടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അത് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നേരത്തെ ആണെങ്കിൽ ഡയറക്റ്റ്ലി പറഞ്ഞു. സോ ഇവിടെ ഇറ്റ്സ് ക്ലിയർ ദാറ്റ്, ഇറ്റ്സ് എവിഡൻറ്റ് ആൻഡ് ദാറ്റ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ രീതിയിലേക്ക് ആ ഒരു സെൻറ്റൻസിനെ മറ്റൊന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം ഹയസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിന്നർ ആൻഡ് സ്റ്റാക്ക് ടൈം ആയിരുന്നു. തൊട്ട് പിന്നിലായി തന്നെ ലഞ്ച്, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കേസിലായിരുന്നു ഏറ്റവും കുറവ് കൺസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കോണ്ടെക്സ്റ്റാണ് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്തത്. സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് നമ്മൾ റൈറ്റിങ്ങിൻ്റെ ടാസ്ക് 1ൻ്റെ കേസിലാണെങ്കിൽ നമുക്കിന്ന് കോൺട്രാസ്റ്റിംഗ് വ്യൂസ് കൊടുക്കാനായിട്ട് പറ്റും. സോ ഈ കേസിലാണെങ്കിൽ വൈൽ ബ്രേക്ക്ഫാസ്റ്റ്, ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹയസ്റ്റ് കൺസംഷൻ എന്ന് പറയുന്നത് ആ ലഞ്ച്, ഡിന്നർ ആൻഡ് സ്നാക്ക് ടൈമിൻ്റെ കേസിൽ ഹയസ്റ്റ് കൺസംഷൻ എന്ന് പറഞ്ഞു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ അവിടെ എന്താണ്? ലീസ്റ്റ് ആണ്. അതായത് ഹയസ്റ്റിൽ നിന്ന് ഒരു കോൺട്രാസ്റ്റിംഗ് വ്യൂ ആണ് നെക്സ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസ് വന്നപ്പോഴെന്താണ്? ഒരു കോൺട്രാസ്റ്റിംഗ് വ്യൂ ആണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വൈൽ അവിടെ യൂസ് ചെയ്തു. സോ ഇൻ ദ സെയിം വേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വൈൽ, വേറാസ്, ഓൾദോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതെല്ലാം ഒരു കോൺട്രാസ്റ്റിംഗ് വ്യൂ കാണിക്കുന്നതാണ്. ബട്ട് എന്ന് പറയുന്ന മീനിങ് തന്നെയാണ് എല്ലാത്തിനും വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഇസ് ഗിവൻ ദാറ്റ് ഐ ഡു നോട്ട് ഈറ്റ് ഫിഷ് ഓൾദോ ഐ ഒക്കേഷണലി ഈറ്റ് ഫിഷ്. ഞാൻ ഫിഷ് കഴിക്കാറില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ത് ചെയ്ത് കഴിക്കാറുണ്ട്. സോ ഒരു കോൺട്രാസ്റ്റിംഗ് വ്യൂ ആണ് രണ്ടിടത്തും കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദ നെക്സ്റ്റ് വൺ, ഹവവർ. ഹവവർ എന്ന് പറയുന്ന ഒരു വേർഡ് എന്ന് പറയുന്ന ഒരു കണക്ടർ എന്ന് പറയുന്നത് കോൺട്രാസ്റ്റിംഗ് വ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കണക്ടറാണ് ഹവവർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഐ ഡു നോട്ട് ഈറ്റ് മീറ്റ്, ഹവവർ ഐ ഒക്കേഷണലി ഈറ്റ് ഫിഷ്. ഓക്കെ, ഞാൻ മീറ്റ് കഴിക്കാറില്ല, പക്ഷേ ഇടയ്ക്ക് ഞാൻ ഇത് കഴിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? ഒരു കോൺട്രാസ്റ്റിക് വ്യൂ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹവവർ എന്ന് പറയുന്ന ആ ഒരു കണക്ടർ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ എയ്തർ നിങ്ങൾ അതിന് മുന്നേ ഒരു സെമിക്കോളൻ കൊടുക്കണം, ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു പ്രൊവൈഡ് എ
കോമ. ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കണം അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഹവവർ എന്ന് പറയുന്ന അതിൻ്റെ എക്സാമ്പിൾസാണ് താഴേക്ക് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളിൻ്റെ കേസിലാണെങ്കിൽ ഹവവർ എന്ന് പറയുന്ന ഒരു കണക്ടർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കോൺട്രാസ്റ്റിംഗ് വ്യൂ കൊടുക്കാനാണെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക, അത് കഴിഞ്ഞിട്ടൊരു കോമ കൊടുക്കുക. അല്ലാതെ ഹവവർ എന്ന് പറയുന്നത് 2 കോമാസ് യൂസ് ചെയ്ത് 2 സെൻറ്റൻസിനെ കണക്ട് ചെയ്ത് 2 സിമ്പിൾ സെൻറ്റൻസ് ആണ്. സോ അതിൻ്റെ ഇടയ്ക്ക് ഹവവർ എന്ന് പറയുന്ന ഒരു കണക്ടർ കൊടുത്ത് എങ്കിൽ 2 സൈഡിൽ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യരുത്. എയ്തർ യു ഹാവ് ടു പുട്ട് എ സെമിക്കോളൻ ഓർ കോമ ഇൻ ബിഫോർ ദാറ്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ പ്രൊവൈഡ് എ കോമ. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യണം നിങ്ങൾ ആ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ഹവവർ പോലെയുള്ള ഹവവർ കണക്ടർ യൂസ് ചെയ്യുമ്പോൾ ഒരു സെൻറ്റൻസ് ആ ഒരു രീതിയിലായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. സോ ഇതേപോലെയുള്ള കണക്ടേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നിങ്ങളുടെ ബാൻഡ് സ്കോർ കൂടും. അതായത് കോംപ്ലക്സ് ആകുകയാണ്. ഒരു സിമ്പിൾ സെൻറ്റൻസിൽ നിന്നും നിങ്ങളുടെ സെൻറ്റൻസ് എന്താകുകയാണ്, ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആകുകയാണ്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ബോഡി പാരാഗ്രാഫ്. സോ ഇത് ക്ലിയർലി നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞു, ദെൻ ഒരു ഓവർവ്യൂ, ദെൻ നെക്സ്റ്റ് ഇസ് ദ ബോഡി പാരാഗ്രാഫ്. നിങ്ങൾ ടാസ്ക് 1ൻ്റെ കേസിൽ നെക്സ്റ്റ് വരുന്നതാണ് എന്താണ്, ബോഡി പാരാഗ്രാഫ്സ്. ബോഡി പാരാഗ്രാഫ്സിലാണ് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ കോണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എക്സാമിന് അസസ് ചെയ്യുന്ന ടൈമിൽ ആദ്യം റീഡ് ചെയ്യുന്നത് എന്തായിരിക്കും, നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. സോ അതിന് നല്ലൊരു സെൻറ്റൻസ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തു. ദെൻ ഓവർവ്യൂ അതിൽ നല്ലൊരു പ്രൊവൈഡ് ചെയ്തു. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ ബോഡി പാരാഗ്രാഫ്. അതിലെന്ത് ചെയ്യണം, നിങ്ങളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എപ്പോഴും ഫോളോ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബാൻഡ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യണം. സോ കമ്മിങ് ടു ദ ബോഡി പാരാഗ്രാഫ്. ഓക്കെ, ഈ സെയിം ഫിഗർ തന്നെ നമ്മൾ അവിടെ ക്ലിയർലി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ബോഡി പാരാഗ്രാഫിൽ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തത്, ലോവസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. അതായത് സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ആഡഡ് ഷുഗർ, ഈ 3 ടൈപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ അത് മൂന്നും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് കംപ്ലീറ്റ്ലി എന്താണ് നമ്മളെ ബോഡി പാരാഗ്രാഫ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു സിമ്പിൾ സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദ ലോവസ്റ്റ് റേറ്റ്സ് ആർ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ദർ ഈസ് വെരി ലിറ്റിൽ ബിറ്റ്വീൻ ദ 3 ഇൻഗ്രീഡിയൻസ് അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അതായത് ഓക്കെ, അതിൻ്റെ ലോവസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബ്രേക്ക്ഫാസ്റ്റിലാണ്. പിന്നെ എന്താ ഒരു ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട്. അങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക, 2 സിമ്പിളായിട്ടുള്ള സെൻറ്റൻസിനെ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ്ലി അങ്ങ് നമ്മൾ പറയുകയാണ്. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിനെ തന്നെ കോംപ്ലക്സ് ആക്കി മാറ്റുകയാണെങ്കിൽ, കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് മാറ്റുകയാണെങ്കിൽ അതെന്താ ഈ രീതിയിലായിരിക്കും അത് വരുന്നത്. ഓക്കെ, ദ ലോവസ്റ്റ് റേറ്റ്സ് ആർ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വേർ ദ ഫിഗേഴ്സ് ഫോർ ഓൾ 3 അഡിറ്റീവ്സ് ഹാർഡ്ലി വേരി. അതായത് ലോവസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിലാണ്. മറ്റുള്ള 3ൻ്റെ കാര്യം എന്താണ്, കണ്ടിന്യൂസ്ലി വേരി ചെയ്യുന്നുണ്ട്. വിത്ത് ബോത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ആഡഡ് ഷുഗർ അറ്റ് 16% ഓഫ് ദ റെസ്പെക്റ്റീവ് ടോട്ടൽസ് ആൻഡ് സോഡിയം അറ്റ് 3% പോയിൻറ്റ് ലെസ്. അതായത് സോഡിയത്തിൻ്റെ ഷുഗറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 16% ആണ്. സോഡിയം എന്ന് പറയുന്ന മറ്റേതിനേക്കാളും ഒരു 3% ലെസ് ദാൻ ആയിട്ട് കുറഞ്ഞാണ് നിൽക്കുന്നത്. സോ ഇവിടെ ഈ ഒരു കേസിലാണെങ്കിൽ നമ്മൾ ഏതൊക്കെ വേർഡ്സാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, വേർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യണം. വിത്ത് ബോത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ആഡ് ഷുഗർ. സോ ഈ കാര്യങ്ങളെല്ലാം മെൻഷൻ. അപ്പോൾ ഇതെല്ലാം ക്വസ്റ്റ്യൻ വേർഡ്സ് എല്ലാം ഇൻവോൾവ് ചെയ്യുന്നതിൻ്റെതായിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസ് ആയിട്ട് മാറുകയാണ്. സോ പ്രീവിയസ് കേസിൽ എന്താണ്, നിങ്ങൾ 2 സിമ്പിൾ ടൈപ്പ് സെൻറ്റൻസ് ഡയറക്റ്റ്ലി കൊടുത്തിരിക്കണം. പക്ഷേ ആ 2 സെൻറ്റൻസിനെയും കണക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്തപ്പോൾ നിങ്ങളുടെ ബാൻഡ് സ്കോർ എന്താണ് ചെയ്യുന്നത്, ബാൻഡ് സ്കോറിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അതായത് ബോഡി പാരാഗ്രാഫിൽ തന്നെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു. സോ ആ ബോഡി പാരാഗ്രാഫിൽ തന്നെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് എന്താ, ലഞ്ചിൻ്റെ കാര്യം പറയാം. സിമ്പിൾ സ്ട്രക്ചർ ആണ് എങ്കിൽ അറ്റ് ലഞ്ച് ദ ഡേറ്റ ഈസ് ഓൾസോ ക്വൈറ്റ് സിമിലർ ഫോർ ഓൾ 3 ഇൻഗ്രീഡിയൻസ്, ദ പെർസെൻറ്റേജ് ഫോർ ദ 3 ആർ ഹയർ അറ്റ് ലഞ്ച്. അതായത് ലഞ്ചിൻ്റെ കേസിലാണ് എങ്കിൽ എല്ലാം എന്താണ് സിമിലർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു സെൻറ്റൻസിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ഒരു സെയിം സെൻറ്റൻസിനെ എന്ത് ചെയ്ത് ഇച്ചിരി കൂടെ ഒരു വേറെ വൊക്കാബ്സ് യൂസ് ചെയ്തു, കണക്റ്റേഴ്സ് യൂസ് ചെയ്തു, ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് എൻറ്റയർലി ചേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ the lunchtime data also show broad similarities though the percentage for all 3 are higher than breakfast. Okay, lunch time-ൻ്റെ കേസിലാണെങ്കിൽ സിമിലർ ആണെങ്കിൽ കൂടിയും ബ്രേക്ക്ഫാസ്റ്റിലാണ് എന്ത് ചെയ്തത്, എല്ലാം 3 കൂടെ നോക്കുന്ന ടൈമിൽ ഈ 3 ഇൻഗ്രീഡിയൻസിൻ്റെ കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിലാണ് കൂടെ നിൽക്കുന്നത്. വിത്ത് ബോത്ത് സോഡിയം ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റ് അറ്റ് സ്ലൈറ്റ്ലി മോർ ദാൻ എ ക്വാർട്ടർ ഓഫ് ദ ടോട്ടൽസ് ആൻഡ് ആഡഡ് ഷുഗർ അറ്റ്
ഫിഫ്ത്ത്. ഓക്കെ, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ കേസിലാണ് എങ്കിൽ ഒരു 25% മുകളിലായിട്ട് നിൽക്കുന്നു. എന്നിട്ട് ഇനി ഷുഗറിൻ്റെ കേസിലും ഷുഗറിൻ്റെ ഒരു പെർസെൻറ്റേജാണ് അവിടെ ഫിഫ്ത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സിമ്പിളായിട്ട് ആ സ്ട്രക്ചർ കൊടുത്തിരുന്ന ടൈമിൽ ഡയറക്റ്റ്ലി പറയാതെ അതിനകത്തുള്ള എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ വന്നത്, അതിനകത്തുള്ള പെർസെൻറ്റേജ് ചേഞ്ച് എന്താണ്, ക്യാപ്സ് യൂസ് ചെയ്തോ, മോർ ദാൻ എ ക്വാർട്ടർ 25% എന്ന് പറഞ്ഞ് ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്യാതെ മോർ ദാൻ എ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 25%-നേക്കാളും കൂടുതലുണ്ട്. സോ അതേപോലെയുള്ള വക്കാബ്സ് ഒക്കെ യൂസ് ചെയ്ത് ആ ഒരു സെൻറ്റൻസ് എന്ത് ചെയ്തു, കോംപ്ലക്സ് ആക്കി മാറ്റി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ഈ സെയിം കാര്യം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് നമ്മൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസിനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ബാൻഡ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൻ്റെ കേസിൽ നമുക്ക് നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് ഡയറക്റ്റ്ലി അങ്ങനെ തുടങ്ങാതെ ഇങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആസ് ഫാർ ആസ് ഇൻ ദ കേസ്, ഇപ്പോൾ ഒരു സോഡിയം സാച്ചുറേറ്റഡ് ഫാറ്റ് ആഡഡ് ഷുഗർ എന്ന് പറയുന്നുണ്ട്. സോ ആസ് ഫാർ ആസ് ഇൻ ദ കേസ് ഓഫ് ആസ് ഫാർ ആസ് സോഡിയം അല്ലെങ്കിൽ ഇൻ ദ കേസ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ്, ആ രീതിയിൽ വേണമെങ്കിലും നമ്മൾ സെൻറ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്റൻസ് എന്താകുന്നു, കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ട് മാറുന്നു. സിമ്പിൾ ആകുന്നില്ല, അത് കോംപ്ലക്സ് ആയിട്ട് മാറും. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ആസ് ഫാർ ആസ് സോഡിയം ഇസ് കൺസേൺ ഓവർ 2/3 ഈസ് കൺസ്യൂംഡ് either at dinner or lunch in comparison with breakfast out of regular meal time സ്നാക്സ്. അതായത് സോഡിയൻ്റെ കാര്യമാണ് പറയുന്നത്. 2/3 എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 66%, ഒരു 66%-നേക്കാളും കൂടി നിൽക്കുകയാണ്. അതായത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഡിന്നർ, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഓവർ 66% എന്നുള്ളതാണ് ഓവർ 2/3 കൊടുത്തിരിക്കുന്നത്. ആ ഒരു സെൻറ്റൻസ് എന്ത് ചെയ്തു, ആ രീതിയിൽ കൊടുത്തു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ കേസിലാണ്. അതേപോലെ ലൈക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കണക്ടർ അവിടെ കൊടുത്തു. സാച്ചുറേറ്റഡ് ഫാറ്റ് കൺസംഷൻ ഈസ് അറ്റ് ഹയസ്റ്റ് അറ്റ് ഡിന്നർ ഫോളോഡ് by lunch, whereas breakfast and snack stand at 16 and 19% respectively. Okay, അതായത് മറ്റേ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ കൺസപ്ഷൻ്റെ പെർസെൻറ്റേജ് കൊടുത്തു, ലഞ്ചിൻ്റെ കേസും കൊടുത്തു, പിന്നെ അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് എന്താണെന്ന് അവിടെ മെൻഷൻ ചെയ്തു. ഓക്കെ, ഇവിടെ പെർസെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, പെർസെൻറ്റ് എന്ന് പറയുന്ന ഒരു 2 വേർഡാണ്, 1 വേർഡ് അല്ല കേട്ടോ. ഓക്കെ, ദ നെക്സ്റ്റ് കേസ്. ഓക്കെ, ആ സെയിം കേസിൽ തന്നെ അത് നമ്മൾ സോഡിയത്തിൻ്റെ കാര്യം പറഞ്ഞു, നെക്സ്റ്റ് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ കാര്യം പറഞ്ഞു, നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫിഗറിൽ തന്നിരിക്കുന്നത് എന്താണ്, ഷുഗറിൻ്റെ കാര്യമാണ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ബോഡി പാരാഗ്രാഫിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മളുടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ ഫസ്റ്റ് ബോഡിയിൽ കൊടുക്കുന്ന ടൈമിൽ ഈ സോഡിയത്തിൻ്റെ കാര്യം, സാച്ചുറേറ്റഡ് ഫാറ്റ്, ഈ ഒരു ഇതാണ് നമ്മളുടെ ഫൈനൽ കോംപ്ലക്സ് സെൻറ്റൻസിലുള്ള ഒരു ബോഡി പാരാഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ സോഡിയത്തിൻ്റെ കാര്യം കൊടുത്തു, നെക്സ്റ്റ് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ കാര്യം കൊടുത്തു, അത് രണ്ടോടെ ആയപ്പോഴത്തേക്ക് എന്തായി, എന്നിട്ട് രണ്ടിൻ്റെ കോണ്ടന്റ് എൻറ്റയർലി നമ്മൾ കവർ ചെയ്തു. ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. സോ നെക്സ്റ്റ് ബോഡിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എന്താണ്, ഷുഗറിൻ്റെ കാര്യം. ഓക്കെ, ആഡഡ് ഷുഗർ ഈസ് ഡിഫറെൻറ്റ്, ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ അഡിറ്റീവ് ഈസ് കൺസ്യൂംഡ് ഡ്യൂറിങ് സ്നാക്സ്, ദ റെസ്റ്റ് ഈസ് എവൻലി കൺസ്യൂംഡ് ഓവർ ദ 3 മെയിൻ മീൽസ്. അതായത് ആഡഡ് ഷുഗറിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സ്നാക്സ് ടൈമിലും മറ്റ് മീൽസിൻ്റെ ടൈമിലാണ് ഷുഗർ എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്ത്. ഇതെന്താണ്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഈ സെൻറ്റൻസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കോംപ്ലക്സ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആ ഒരു കോംപ്ലക്സ് ആകുന്ന ടൈമിൽ ഹവർ പോലെയുള്ള കണക്ടേഴ്സ് യൂസ് ചെയ്യും. ഹവർ ആഡഡ് ഷുഗർ ഡിസ്പ്ലേസ് എ somewhat different pattern because snacks account for almost half of the total and the 3 traditional mealtime make up the remainder in almost equal proportions, varying from 16% at breakfast to 20% at lunch. അതായത് ഷുഗറിൻ്റെ കേസിലാണ് എങ്കിൽ മറ്റുള്ള ന്യൂട്രിയൻസിൻ്റെ കേസിൽ നിന്ന് റെൻറ്റാൽ ഒരു ചേഞ്ചാണ് കാണിക്കുന്നത്. അതായത് ടോട്ടലി എന്താണ് 50% എന്ന് പറയുന്നത്, ഓൾമോസ്റ്റ് 50% എന്ന് പറഞ്ഞാൽ സ്നാക്സിൽ പോകുന്നുണ്ട്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കി ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റത്തിൻ്റെ കേസിൽ ഫുഡ് ഐറ്റത്തിന് വേണ്ടി ആ ഒരു ഇൻഗ്രീഡിയൻറ്റ്, ഷുഗർ എന്ന് പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ആ പ്രൊപ്പോർഷൻ വേരിയേഷൻസ് നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഈക്വൽ പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 16% അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടു 20% അറ്റ് ലഞ്ച്, ആ ഒരു വേരിയേഷൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്ത ടൈമിൽ ഡയറക്റ്റ്ലി നമ്മൾ എന്താണ്, ഓരോ സെൻറ്റൻസും കണ്ടിന്യൂസ്ലി അങ്ങ് പ്രൊവൈഡ് ചെയ്യണം. സോ അതിനകത്ത് നമ്മൾ കണക്ടേഴ്സും വക്കാബ്സും എല്ലാം ഡിഫറെൻറ്റ് വേരി ചെയ്തു. അവിടെ ക്ലിയർലി നമ്മളവിടെ പെർസെൻറ്റേജ് നമ്മളുടെ ഫിഗറിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ആൻസറിൽ എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ്ലി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ആ ഒരു സെൻറ്റൻസിനെ കോംപ്ലക്സ് ആക്കുന്നു. കോംപ്ലക്സ് ആക്കുന്ന കേസിലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാൻഡ് സ്കോർ നിങ്ങൾക്ക് ഷുവർലി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മളെപ്പോഴും ബാൻഡ് സ്കോർ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു 6 അല്ലെങ്കിൽ 6.5 ആണ് എങ്കിൽ അതൊരു സിമ്പിൾ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ആ ഒരു ബാൻഡ് സ്കോർ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോണം, നിങ്ങളുടെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിളാണ്. സോ അതിൽ നിന്നും
കോംപ്ലക്സ് ആയിട്ട് ഉള്ള സെൻറ്റൻസ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബാൻഡ് സ്കോർ ഷുവർലി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ യു ഹാവ് ടു യൂസ് ദീസ് കൈൻഡ് ഓഫ് കോംപ്ലക്സ് സെൻറ്റൻസ് ഇൻ യുവർ IELTS റൈറ്റിംഗ് ടാസ്ക് 1. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇതായിരുന്നു. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് നമുക്ക് ഒരു സിമ്പിൾ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിൻ്റെ ഒരു കമ്പാരിസൺ ആയിരുന്നു ഈ ഒരു സെഷനിൽ നാം കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണെങ്കിൽ നിങ്ങളുടെ ബാൻഡ് സ്കോർ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഇംപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബാൻഡ് സ്കോർ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ആൾ.